ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അത്തായും അമ്മായുമാണ്. അപ്പോൾ ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് നമ്മൾ വിളവെടുക്കാൻ പോവാം. നമ്മുടെ പയർ വിളവെടുക്കാൻ പോവാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ കൃഷിത്തോട്ടം ഒന്ന് കാണിക്കാവേ. ഇതാണ് നമ്മുടെ പയർ കൃഷിത്തോട്ടമാണ്. അപ്പോൾ നമ്മുടെ പയറെല്ലാം നല്ലതായിട്ട് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഇതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അത്തായ അമ്മായെ കൊണ്ട് വിളവെടുപ്പിക്കാൻ പോവാണ്. അപ്പോൾ അത്താണ് കൃഷിക്കാരനിതിൽ, അമ്മ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ ഇതെല്ലാം ചെയ്തു തന്നെ വരുന്നു. വളവും വെള്ളമൊക്കെ ഒഴിക്കുന്നതും ഒക്കെ അമ്മായി അത്തായോടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഈ പയറിൻ്റെ തോട്ടത്തിൽ നിന്നും ചെറിയൊരു വിളവെടുപ്പാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് പറിക്കുകയാണ്. അപ്പോൾ അത്തച്ചി ഒന്ന് പറഞ്ഞു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇതിപ്പോൾ ആലപ്പുഴ ജില്ല മാവേലിക്കര താലൂക്ക് ചുനക്കര എന്ന ഗ്രാമപ്രദേശമാണ്. ഓക്കെ. ഇവിടുത്തെ കൃഷി ഓഫീസർ, അതുപോലെ തന്നെ ആര്യ മാഡം, അതുപോലെ തന്നെ ശ്രീ അൻവർ, അത് കൃഷി അസിസ്റ്റൻ്റാണ്. ഓക്കെ. ശ്രീ ഇല്യാസ്, ശ്രീമതി ഹസീന, അതുപോലെ ഗീതാ മാഡം, ഞങ്ങൾക്കെല്ലാം പൂർണ്ണമായ പിന്തുണ നൽകിയത് കൊണ്ടാണ് വിളവെടുക്കാൻ സാധിച്ചത്. ഓക്കെ. അതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ. ആദ്യമായി എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഒരു പയർ പറിക്കുകയാണ്. ഓക്കെ. പയർ പറിക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു പറിക്കരുത്, കറക്കി എടുക്കുക. ഓക്കെ. കറക്കി എടുക്കുക. ഇതിപ്പം ഞാൻ അളന്ന് നോക്കി 70 സെന്റിമീറ്റർ ഉണ്ട്. ഇത് കാണിച്ചു നോക്കി. 70 സെന്റിമീറ്റർ, 1 മീറ്ററിന്റെ ഇതാണ്. 70 സെന്റിമീറ്റർ ഉണ്ട് ഒരു പയർ. ഓക്കെ. അതുപോലെ തന്നെ ഇത് 70 സെന്റിമീറ്റർ. ഞാനിതിന്റെ ആദ്യം എനിക്ക് തോന്നിയത് ചെറിയ പയറായിരിക്കും. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയായിരുന്നു. കൃഷിഭവനിൽ ഫ്രീ ആയിട്ട് കിട്ടിയാണ്. ഞാൻ അവിടെ ചെന്ന് ശ്രീ അൻവർ സാറിനോട് ചോദിച്ചു, സാർ ഇത് കുറ്റിപ്പയറായിരിക്കുമോ ചെറുതായിരിക്കുമോ? ഇല്ല, ധൈര്യത്തെ കൊണ്ടുവയ്ക്കൂ, ഇത് നല്ല പയറായിരിക്കും. വാഗ്ദാനം തന്ന കാരണം കൊണ്ട് നട്ടതാണ്. ഏറ്റവും നല്ല വിളവ് എനിക്ക് തോന്നുന്നത്. പൂർണ്ണമായിട്ട് നമ്മുടെ ജൈവ രീതിയിലാണ് ചെയ്തേക്കുന്നത് അല്ലേ? എല്ലാം ജൈവ കൃഷിയാണ്. ജൈവ കൃഷിയാണ്. ഇവിടെ എല്ലാം നമ്മൾ ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള പയറാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കൃഷിഭവനിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ വിത്താണ്. ഇതൊക്കെ കൃഷിഭവനിൽ നിന്നും മൂക്കുന്നതല്ലേ? ഓക്കെ. ഇന്നത്തെ വിളവെടുപ്പ് മതി, അത് മൂത്തിട്ടില്ല. ഒരു 2 ദിവസം കഴിഞ്ഞെടുത്താൽ മതി. ഓക്കെ. കാരണം ഇത്ര ആവശ്യമായല്ലോ. അപ്പോൾ നമ്മൾ ഇത് അവിടെയൊക്കെ ഉണ്ടല്ലോ പറിക്കാൻ? എല്ലാം പറിക്കാനുണ്ട്. ഓക്കെ. ഇവിടെ നല്ല രീതിയിൽ നല്ല ഉണ്ടായിട്ടുണ്ട് അല്ലേ? നല്ല രീതിയിൽ ഇതെല്ലാം ഇപ്പോൾ മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പറിച്ചോ കണ്ടോ? ഓക്കെ. നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. ഒരു ദിവസത്തേക്കുള്ള പയറായിട്ടുണ്ട് ഇതിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതികളെ പറ്റി ഒന്ന് പറഞ്ഞേ. വളരെ ആദായകരമായ എനിക്കൊരു സന്തോഷം, മനസ്സിന് വലിയ സന്തോഷമാണ് ഇത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ തടം എടുത്തിട്ട്, സാധാരണ എല്ലാവരും ഒരു തടത്തിൽ 3 എണ്ണമാണ് നടന്നത് വട്ടത്തിൽ, മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് പടത്തി വിടും. പക്ഷെ ഞാനൊരു പുതിയ കൃഷി രീതി പരീക്ഷിച്ച് നോക്കുക. ഓക്കെ. ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ട്, ഇങ്ങനെ പന്തൽ കെട്ടിയിട്ട് കൃഷി എന്നാ പറയുന്നത്. ആദ്യം നമ്മളിത് കയറിങ്ങനെ വലിച്ചു കിട്ടും. ഓക്കെ. പയർ പിടിച്ച് വരുമ്പോൾ തന്നെ അതിലൊന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന്, അപ്പോൾ വരിയായിട്ട് ഫസ്റ്റ് തടം എടുത്തിട്ട് അതിനകത്തിൽ ഓരോ സ്ഥലത്തും ഓരോരോ പയർ വിത്ത് ഇങ്ങനെ ഇട്ടിട്ട് വരികയാണ് അല്ലേ? അതുപോലെ തന്നെ രണ്ടാമതൊരു ലെയർ വീണ്ടും കെട്ടുന്നു. ഇവിടെ ഒന്നുകൂടെ കെട്ടേണ്ടി വരും. ബലമായിട്ട് ഇവിടെ കാറ്റടിക്കുമ്പോഴൊന്നും പോകില്ല. എന്നിട്ട് ചെറിയ പന്തല് ഈ പ്ലാസ്റ്റിക് കണ്ട അറിയാമല്ലോ, നെറ്റ. 1 കിലോ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ കിട്ടും. ഇപ്പൊ 1/2 കിലോ പോലും ഇല്ല. ഇത്രയും കൃഷി സ്ഥലത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ചെറിയ അടുക്കള തോട്ടത്തിന് നമുക്ക് ഇതെല്ലാം കമ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് വെട്ടിയേക്കുന്നത് അല്ലേ? അതെ. കമ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ പറമ്പിൽ കാണുന്ന വേസ്റ്റ് മരങ്ങള് വെട്ടിയെടുത്തത്. അതുപോലെ തന്നെ ഇത് കുക്കുംബറാണ് ഈ കാണുന്നത്. ഓക്കെ. കുക്കുംബർ വള്ളിയാവുമ്പോൾ ഞാൻ പടക്കും. ഇതിന്റെ വളങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ജൈവവളമാണ്. ജൈവ സ്ലറിയാണോ ഉപയോഗിക്കുന്നത്? അതായത് ആ ബക്കറ്റിലേക്ക് ചാണകം കണ്ടോ? ചാണകം ഇങ്ങനെ കലക്കി വെക്കും. അതിൽ കൂടെ വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, ഇത് 4 എണ്ണം ഒന്ന് കലക്കിയിട്ട് ഒരാഴ്ച ആകുമ്പോൾ ഇത് നമുക്ക് 1 കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് ചുവട്ടിലും ഇനി തണ്ടിലും എല്ലാം ഒഴിക്കുക. നല്ല വളമാകും. 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ഒഴിക്കുക. കഴിഞ്ഞാല് നല്ല വിളവെടുപ്പ് നടക്കും. രാസവളം ചെയ്യുമ്പോൾ നമ്മുടെ കൃഷിഭൂമി ഇല്ലാതാകുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത കൊല്ലം ചിലപ്പോൾ രാസവളം ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും വിളവ് കിട്ടത്തില്ല. ഇത് കീടനിയന്ത്രണം മുഞ്ഞ വരാറുണ്ടോ? മുഞ്ഞ വരുന്നതിന് പകരം ഈ സ്ലറി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ മുഞ്ഞയൊന്നും വരത്തില്ല. അപ്പൊ മുഞ്ഞ വന്നാലും പുകയില കഷായൊക്കെ അടിക്കും. തീർച്ചയായിട്ടും. വെളുത്തുള്ളി വേപ്പണ മിശ്രിതം ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഒരു വളം നമുക്കുണ്ട്. കീടനാശിനിയുണ്ട്. അതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ. അത് കാണിച്ചാൽ ശരി. അത് വിളവുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ദിവസത്തെ ഒരു ഇതായി. ഇനിയിപ്പോൾ നമുക്ക് നാളെ അല്ല മറ്റന്നാളിൽ പറിക്കാം. ഇപ്പൊ ഇതൊക്കെ ആയിട്ടുള്ളത് അല്ലേ? അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒരു ചെറിയൊരു പയർ തോട്ടം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഒരു
ഒരു നല്ല ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള ഒരു പയർ എടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ